അനിയത്തിക്ക് ഇങ്ങനെ ഒരു കത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കില്ലെന്നറിയാം. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സന്തോഷമോ പരിചരണമോ നൽകുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഭാരമായി ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. എന്റെ മോള്, അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നീ വേണം ഇനി അവളെ വളർത്താൻ. മറ്റൊരു സ്ത്രീയെ എന്റെ മോൾ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ മോളുടെ അമ്മ എന്നും ഇനി നീ ആയിരിക്കണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ ഈ ചേച്ചിയോട് പോർക്കുമല്ലോ. സസ്നേഹം, ചേച്ചി. ഞങ്ങൾ വന്നത് മിസ്സിസിന്റെ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ. ഇതൊരു സൂയിസൈഡാണെന്ന നിഗമനത്തിലാണ് ഞങ്ങളും എത്തിയത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നതും. ഈ ലെറ്റർ കൂടി ആയപ്പോൾ ഇറ്റ്സ് കൺഫേംഡ്. സാർ, ആക്ച്വലി നമ്മൾ അവിടെ ചെന്നത് സാർ, ആൻസിയുടെ മരണം ഒരു ആത്മഹത്യ അല്ല എന്ന നിഗമനത്തിലാണ് നമ്മൾ അവിടെ ചെന്നത്. എന്നിട്ട് സാർ അവരോട് പറഞ്ഞത്, എടോ, ഇതിനാണ് പ്രായവും പക്വതയും വരണമെന്ന് പറയുന്നത്. സമയവും സന്ദർഭവും നോക്കി വേണം നമ്മൾ റിയാക്ട് ചെയ്യാൻ. ആ കത്തുകൂടി കിട്ടിയതോടെ ആൻസി ആത്മഹത്യ ചെയ്തിരിക്കുകയാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ചെന്ന് അവരെ വെറുതെ കൺഫ്യൂസ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ സാർ, ജാഫറിന് ഈ മരണവുമായി ബന്ധമുള്ളതായി നമ്മുടെ കയ്യിൽ സ്ട്രോങ് എവിഡൻസ് ഒന്നുമില്ലല്ലോ. അയാൾ അവിടെ ചെന്നു എന്നുള്ളതിനുള്ള പ്രൂഫല്ലേ ഉള്ളൂ. അത് നമ്മുടെ രണ്ട് കോന്തന്മാർ അവിടെ കാവൽ നിൽക്കുമ്പോഴല്ലേ അവൻ പുല്ല് പോലെ വന്നിട്ട് പോയത്. പുറത്തു പറയാൻ പറ്റുമോ? താൻ ആദ്യം ആ ജാഫറിനെ പൊക്കാൻ നോക്ക്. സാർ,